നമുക്ക് ഈ ഒരു ഇമേജിനെ ഈ രീതിയിലുള്ള ഒരു ഹാഫ് ടോൺ എഫക്റ്റ് ആയിട്ട് വേഗം എങ്ങനെ മാറ്റുന്നത് നോക്കിയാലോ. ഹലോ ഡിസൈനർ, ദിസ് ഈസ് ദ ഡേ 22 ഓഫ് 100 Day 100 ഫോട്ടോഷോപ്പ് ടിപ്പ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസൈനിങ്ങിലേക്ക് കടന്നാലോ. ഇതാണ് നമ്മളുടെ ഇമേജ്. ഈ ഒരു ഇമേജിന്റെ ഞാൻ ഡ്യൂപ്ലിക്കേറ്റ് എടുത്തതിന് ശേഷം ഫിൽറ്ററിൽ പോയിട്ട് ഞാൻ ഫിൽറ്റർ ഗാലറി ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ഞാൻ കൊടുക്കാൻ പോകുന്ന എഫക്റ്റ് റെറ്റിക്കുലേഷൻ എന്ന് പറഞ്ഞ എഫക്റ്റ് ആണ്. ഈ എഫക്റ്റ് ഞാൻ സെലക്ട് ചെയ്തിട്ട് ഞാൻ ഈ ഒരു ഫേസ് പെൺകുട്ടീൻ്റെ ഞാനൊന്ന് സെറ്റപ്പ് ചെയ്തു. ഇതിൽ നമുക്ക് അത്യാവശ്യം ഡീറ്റെയിൽസ് വേണം കേട്ടോ. ആ ഡീറ്റെയിൽസ് വരുന്ന രീതിയിൽ തന്നെ ഡെൻസിറ്റിയും ഫോർഗ്രൗണ്ടും ഒക്കെ ഒന്ന് കൊടുക്കുക. അതിനുശേഷം രണ്ടാമത് കൊടുക്കാൻ പോകുന്ന എഫക്റ്റ് ഗ്രെയിൻ ആണ്. ഗ്രെയിന് ഞാൻ ഗ്രെയിൻ എടുത്തു. ഗ്രെയിൻ ഞാനൊന്ന് അതിൻ്റെ ഇൻറ്റൻസിറ്റി കോൺട്രാസ്റ്റ് ഒക്കെ അത്യാവശ്യം ഞാനൊന്ന് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ ഞാൻ കൊടുക്കാൻ പോകുന്ന എഫക്റ്റ് ആണ് ഹാഫ് ടോൺ. ഇവിടെ ഉണ്ട്, ഹാഫ് ടോൺ പാറ്റേൺ കൊടുത്തു. ഈ പാറ്റേൺ കൊടുക്കുമ്പോൾ നമുക്ക് സൈസും കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പം അത്യാവശ്യം ഇത്ര വലിയ സൈസൊന്നും വേണ്ട, നമുക്ക് ഈ ഒരു ഭാഗത്തിനുള്ളത് മതിയാവും. കോൺട്രാസ്റ്റ് ഇച്ചിരി ഒന്ന് കൂട്ടി, ഒരു ഷാർപ്നെസ്സിന് വേണ്ടിയിട്ടേ കോൺട്രാസ്റ്റ് കൂട്ടി ഓക്കെ കൊടുത്തു. അപ്പം ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ, ഇതാണ് ബിഫോർ, ഇതാണ് ആഫ്റ്റർ. അപ്പം ഈ ഒരു ഹാഫ് ടോൺ എഫക്റ്റ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടിപൊളിയല്ല? ഇതിപ്പം പല ഗ്രാഫിക് ഡിസൈനേഴ്സും ടൈറ്റിലിങ്ങിന് ഇതിനൊക്കെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ പേജ് ഫോളോ ചെയ്യുക. നമ്മൾ ഡെയിലി അപ്ഡേറ്റ് എഫേർട്ട് എടുത്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അപ്പം ഫോളോ ചെയ്യാനായിട്ട് മറക്കരുത്.